ഹായ്, നാളെ മെയ് 19 സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ 100% സ്കോളർഷിപ്പോട് കൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള സൈലം സാറ്റ് എക്സാമിനേഷൻ നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. കേരളത്തിലെ 14 ജില്ലകളിലും സെൻറ്ററുകളുണ്ട്. അപ്പോൾ കേരളത്തിലെ ഓരോ ജില്ലയിലെയും സെൻറ്ററുകൾ ഏതൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, നാളെ 2 മണി മുതൽ 4 മണി വരെയാണ് സൈലം സാറ്റ് എക്സാം നടക്കുക. അപ്പോൾ സെൻറ്ററുകളിലേക്ക് നമുക്ക് പോകാം. ട്രിവാൻഡ്രത്ത് സ്റ്റാച്യുവിലുള്ള സൈലം ഓഫ്ലൈൻ സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ, ദെൻ കിളിമാനൂരിലുള്ള MGM ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്, ദർശന HSS നെടുമങ്ങാട്. ഇത്രയാണ് ട്രിവാൻഡ്രം ജില്ലയിലെ സെൻറ്ററുകൾ. കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 2 സെൻറ്ററുകളാണുള്ളത്. ഒന്ന് കൊല്ലത്തുള്ള ഫാത്തിമ മാതാ നാഷണൽ കോളേജാണ്, രണ്ടാമത്തേത് കൊട്ടാരക്കരയിലുള്ള മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിലാണ്. ആലപ്പുഴ ജില്ലയിൽ നമുക്ക് 3 സെൻറ്ററുകളുണ്ട്. ഒന്ന് പള്ളിപ്പാടുള്ള ഹോളി ഏഞ്ചൽസ് പബ്ലിക് സ്കൂളാണെങ്കിൽ, രണ്ടാമത്തേത് സെൻറ്റ് മേരീസ് ഗേൾസ് HSS ചേർത്തലയാണ്, മൂന്നാമത്തേത് ആലപ്പുഴ ടൗണിലുള്ള നമ്മുടെ SDV ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പത്തനംതിട്ടയിലേക്ക് വരുന്ന സമയത്ത് 2 സെൻറ്ററുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടി. പത്തനംതിട്ടയിൽ തിരുവല്ലയിലുള്ള SCS ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പത്തനംതിട്ട ടൗണിലുള്ള കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. കോട്ടയം ജില്ലയിൽ നമുക്ക് 2 സെൻറ്ററുകളുണ്ട്. കോട്ടയത്തുള്ള നമ്മുടെ സൈലം ഹൈബ്രിഡ് ക്യാമ്പസ്, അതിന് പുറമെ ഈരാറ്റുപേട്ടയിൽ മുസ്ലിം ഗേൾസ് HSS. ഇടുക്കിയിൽ കട്ടപ്പനയിലുള്ള സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിങ്ങളുടെ പരീക്ഷ ഉണ്ടാകുക. എറണാകുളത്ത് കടവന്ത്രയിലുള്ള മാതാനഗർ പബ്ലിക് സ്കൂളിലായിരിക്കും പരീക്ഷ നടത്തുക. തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് 3 സെൻറ്ററുകളാണുള്ളത്. ഒന്ന് തൃശ്ശൂർ ടൗണിലുള്ള സേക്രഡ് ഹാർട്ട്സ് കോൺവെന്റ് ഗേൾസ് HSS ഉണ്ട്, രണ്ടാമത്തേത് കുന്നംകുളത്തുള്ള എക്സൽ പബ്ലിക് സ്കൂളാണ്, 3 സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആയിട്ടുള്ള വിജയഗിരി പബ്ലിക് സ്കൂളാണ്. മലപ്പുറം ജില്ലയിൽ എഗെയിൻ 3 സെൻറ്ററുകളുണ്ട്. കോട്ടക്കലിലുള്ള ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പെരിന്തൽമണ്ണ പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, അതിനൊപ്പം മഞ്ചേരി നമ്മുടെ സൈലം ട്യൂഷൻ സെൻ്ററിലായിരിക്കും പരീക്ഷ നടക്കുക. കോഴിക്കോട് 4 സെൻറ്ററുകളുണ്ട്, 4 സൈലത്തിൻ്റെ ട്യൂഷൻ സെൻ്ററുകൾ തന്നെയാണ്. മാനാഞ്ചിറയിലും കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും നാദാപുരത്തുമുള്ള സൈലം ട്യൂഷൻ സെൻ്ററുകളിൽ വെച്ചായിരിക്കും കോഴിക്കോട് ജില്ലയിൽ സാറ്റ് എക്സാം നടക്കുന്നുണ്ടാകുക. പാലക്കാട് ജില്ലയിൽ പാലക്കാട് മഞ്ഞക്കുളത്തുള്ള സൈലത്തിൻ്റെ ട്യൂഷൻ സെൻ്ററിലാണ് പരീക്ഷ നടക്കുക. കണ്ണൂരിലേക്ക് വരുമ്പോൾ 2 സെൻറ്ററുകളുണ്ട് കണ്ണൂരിൽ. ഒന്ന് കണ്ണൂരിലുള്ള ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, രണ്ടാമത്തേത് തലശ്ശേരിയിലുള്ള മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടുള്ള ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും നിങ്ങളുടെ പരീക്ഷ. വയനാട് ജില്ലയിൽ കൽപ്പറ്റ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിലായിരിക്കും. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള സെൻറ്ററുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ സാറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നാളെ അതത് സെൻറ്ററുകളിൽ ചെന്ന് നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ അടിപൊളിയായിട്ട് എഴുതുക.